നിങ്ങളുടെ വഴി എടുക്കാനാ വന്നേ. ഓ വല്ലാത്ത അവസ്ഥയായി ഇപ്പൊ അല്ലേ? ആണോ? ഇത് ഓരോ ദിവസം ഓരോരോ പരിപാടിയല്ല, എല്ലാം ഇങ്ങനെ പോയി വരുമ്പോഴത്തേനെ. ഞാൻ ഒത്തിരി ദിവസമായി ഇത് അങ്ങ് വരെ ഒരു വിധത്തിലും പോകാം അല്ലേ? ഇവിടെ ഇത് അങ്ങോട്ടും കണക്കാം, നാരത്തോണ്ടും കണക്കാം അല്ലേ? ആ ആ പിന്നെ അത് നല്ല വഴിയാ. ഈ മോള് വശല്ലേ? ഞാൻ അവിടെ കൂടെ ഒന്ന് കാണാം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞങ്ങളുടെ ആൾക്കാർ അവിടെ തന്നെ വിളിച്ചാണ് ഈ വഴിയുടെ കാര്യത്തിന് വേണ്ടി. അപ്പം നമ്മൾ ഈ പല സ്ഥലത്തും ഈ വീഡിയോ എടുക്കാനൊക്കെ പോകുമ്പോഴത്തേന് ചില സ്ഥലങ്ങളിൽ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കഴിവതും ആൾക്കാർ ഒരുപാട് പേര് വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നൊക്കെ പരാതി പറയുന്നുണ്ട്. പക്ഷേ അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ കഴിവതും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഞാനത് എപ്പോഴെങ്കിലും ആണെന്നതിന്റെ സമയത്താണെങ്കിലും നിങ്ങളെ ഞാൻ തിരിച്ചു വിളിച്ചോളാം. അപ്പം ഞാനീ പറയാൻ പോകുന്നത്, അപ്പം നമുക്ക് ഈ വഴിയിലെ കുറച്ച് കാഴ്ചകളുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതുപോലെ തകർന്നു കിടന്നിട്ട് കഴിഞ്ഞ ദിവസം നാട്ടുകാരെല്ലാം കൂടെ കുറച്ച് മണ്ണിറക്കി അവർക്ക് ഒരു വിധത്തിൽ. പിന്നെ ആ റോഡിന് കുറച്ച് അവസ്ഥകളുണ്ട്. കാരണം റോഡിന്റെ സൈഡിലോട്ട് ഇറക്കി കുറെ ആൾക്കാർ ചെടി വെച്ചിരിക്കുന്നു, കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ റോഡിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡ് 8-ാം വാർഡ്. ഇപ്പം ഞാൻ 8-ാം വാർഡിലേക്കാണ് കയറുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടം തൊട്ട് റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇവിടെ ഒരു വിധത്തിലും വാഹനവുമായിട്ട് പോകാൻ പറ്റുമല്ലാത്തതുകൊണ്ട് നാട്ടുകാർ തന്നെ കുറേ മണ്ണൊക്കെ ഇറക്കി അത്യാവശ്യം കുഴികളൊക്കെ അടച്ചാണ് പോകുന്നത്. പിന്നെ റോഡിൻ്റെ ഇരു സൈഡിലും കാട് വളർന്നു നിൽക്കുന്നതൊക്കെ നിങ്ങൾ കാണാം. ഒന്നാമത്തെ വഴിക്ക് വീതി കുറവാണ്. ഈ ഭാഗങ്ങളിലെല്ലാം വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വലിയ ദുരിതത്തിലാണ്. കാരണം ഇത് ജലജീവൻ മിഷന്റെ പൈപ്പിന് വേണ്ടി പൊട്ടിച്ചാണ് വഴിയെ. അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു മെയിൻ്റനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ല. പല വാർഡിലൊക്കെ ഇപ്പം ഒത്തിരി പേര് നാട്ടുകാർ തന്നെ ചെയ്യുന്നതാണ് പല വാർഡിലും കണ്ടുവരുന്നത്. കാരണം ജലജീവന്റെ ഇതുവരെ പദ്ധതി പൂർത്തിയായിട്ടില്ല. ഈ ഭരണസമിതിയുടെ ഈ കാലാവധി തീരുന്ന മുമ്പ് ഇത് തീരുമെന്ന് തോന്നുന്നുമില്ല. കണ്ടോ, ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, അതിലപ്പുറമാണ്. അതെടുക്കാൻ പോയാൽ കുറേ സമയം എടുക്കും. അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ മെയിൻ റോഡാണ് എടുത്തു വരുന്നത്. കണ്ടോ, ഇവിടം തൊട്ട് വഴിയുടെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം കുഴിയൊക്കെ ഇപ്പം മണ്ണ് അടിച്ചിട്ടിരിക്കുക. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ എന്താ റോഡ് വളരെയേറെ നല്ലൊരു കുത്തിറക്കവും കൂടെയാണ്. ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാം. റോഡിന് വീതിയുണ്ട്, പക്ഷേ നാട്ടുകാരെല്ലാം കൂടെ ഇപ്പം റോഡിന്റെ സൈഡിലുണ്ട് ചെടിയെല്ലാം വെച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ളതൊന്നും അനുവദിക്കരുത്. വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞേക്കണം. കാരണം ഒരു റോഡിൽ അവർ മുറ്റത്ത് വെച്ചോട്ടെ, ആൾക്കാരുടെയൊക്കെ പറമ്പിലോട്ടൊക്കെ വെച്ചോട്ടെ. ഒരു കാരണവശാലും വഴിയിലോട്ട് ഇറക്കി ചെടിയും മറ്റുള്ള എല്ലാം കൂടെ വഴിയിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശാപം. വീതിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതല്ലാത്തടത്തൊക്കെ ഇതുപോലെ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് എന്താ ഇവിടെ എല്ലാം വളരെയേറെ മോശമായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഉണ്ടോ, ഇതൊരു നല്ല കുത്തിറക്കം ഉണ്ടാവും. മൊത്തം സൈഡെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന റോഡിന്റെ വീതി പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു കൂട്ടർ വഴിയിലോട്ട് ഇറക്കി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം എള്ളുകാലം ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് അവരെ കൊണ്ട് പൊളിപ്പിച്ചതാണ്. ഇത് പഞ്ചായത്തിന്റെ പെർമിഷൻ ഒന്നും ഇല്ലാതെ വഴിയിലോട്ട് ഇറക്കി. അതുകൊണ്ടോ റോഡും വീടുമായിട്ടൊക്കെയുള്ള ഇത് വ്യത്യാസം കണ്ടോ. അതുപോലെ മോശമായിട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വലത് സൈഡിൽ കുറച്ച് സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നു. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട്, അതും അതിലപ്പുറമാണ്. ഇവിടെ എല്ലാം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നിരപ്പ് റോഡിന് ഈ കയറ്റങ്ങളൊക്കെ ഇതുപോലെ പൊട്ടിക്കിളക്ക് വാഹനമായിട്ട് വരാൻ വേണ്ടി ഈ സാധാരണ ഓട്ടോറിക്ഷക്കാർ പോലും കയറി വരത്തില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. കാട് മൊത്തം കാട്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വീടിന് നടുവശമാണ്. ഞാനിതിലെ 2 വീലറുമായിട്ട് വന്നിട്ട് പോലും ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നേരത്തെ ബാക്കിയുള്ളവരുടെ അവസ്ഥ ഒന്ന് ഓർത്തെങ്കിൽ. എല്ലാ സൈഡും ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളാണ് പൊട്ടിപ്പൊടിച്ചുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ എഡ്ജും കൂടെ ഒക്കെ വരുന്നതിന് വാഹനത്തിൻ്റെയൊക്കെ ടയറും എല്ലാം. ഇവിടെ നിന്ന് ഇനി വലത്തോട്ട് വേറൊരു വഴിയുണ്ട്, അതും തച്ചോന്നിന് കയറുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ വർഷങ്ങളായിട്ട് ഈ പരുവത്തിൽ തന്നെ കിടക്കുന്നത്.
ഇവിടെ ഒരു വെള്ളമൊഴുക്കുള്ളതാണ്. അത് മഴക്കാലം വരുമ്പോൾ നല്ല ശക്തമായ വെള്ളമൊഴുക്കാണ്. ഇതുവരെ ഇവിടെ ഒരു കലങ്ക് തീർക്കാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല. ആ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി കണ്ടില്ല. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ വെള്ളം ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പം ഈ വഴി അങ്ങേയറ്റം വരെ വളരെയേറെ മോശമായിട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് നേരെ മുന്നോട്ട് പോകാം. ഇത് ചക്കുമൂട്ടിപ്പടിയിലേക്കാണ് ഇത് പോകുന്നത്. ഇവിടെയും റോഡിൻ്റെ സൈഡിലും എല്ലാം കാടെല്ലാം പിടിച്ച് കിടക്കുകയാണ്. മറ്റൊരു വഴിയിലേക്ക് ചേരുന്ന സ്ഥലമാണ്, പക്ഷെ അവിടെ മുഴുവൻ ആണ് തകർന്ന് കിടക്കുകയാണ്. നിങ്ങളുടെ വഴി എടുക്കാനാ വന്നേ. ഓ, വല്ലാത്ത അവസ്ഥയായി ഇപ്പോൾ അല്ലേ? ആണോ? ഇത് ഓരോ ദിവസം ഓരോരോ പരിപാടിയല്ല, എല്ലാം ഇങ്ങനെ പോയി വരുമ്പോഴത്തേനെ. ഞാൻ ഒത്തിരി ദിവസമായി ഇത് അങ്ങ് വരെ ഒരു വിധത്തിലും പോകാം അല്ലേ? ഇവിടെ ഇത് അങ്ങോട്ടും കണക്കാം, നാരത്തോടിനും കണക്കാം അല്ലേ? ആ ആ, പിന്നെ അത് നല്ല വഴിയാണ്. ഈ മോള് വശല്ലേ? ഞാൻ അവിടെ കൂടെ ഒന്ന് കാണാം. ഈ ഭാഗത്തുള്ള ആൾക്കാർ, നാരത്തോട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും എല്ലാം പുതുപ്പള്ളിക്ക് പോകാൻ വേണ്ടി ഒരു എളുപ്പവഴിയായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണിത്. ഇത് പിണ്ണാക്കുമലം വഴി നേരെ ജിയോ ഫ്ലെയിംസിൻ്റെ അങ്ങോട്ടാണ് ഈ വഴി വരുന്നത്. അത് ഒരുപാട് പേർക്ക് ഗുണമുള്ളൊരു വഴിയാണ്. പക്ഷേ ഇതിൻ്റെ അവസ്ഥ കണ്ട് ഇത് വഴിയെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇതുപോലെ റോഡിൻ്റെ ഇരുവശവും കാട് നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടുന്ന് ഇടത്തോട്ട് ചാലങ്കപ്പടിക്കുള്ള വഴിയുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഈ വഴിയാണ് ഒരു വിധത്തിലും വാഹനമായിട്ട് പോകാൻ പറ്റുമല്ലാത്ത ഒരവസ്ഥയിലാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം, മിറ്റിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ കാറൊന്നും ഇതിലെ കൊണ്ടുവരാനേ പറ്റത്തില്ല. നടന്നു പോക്കാനേ പാടാന്ന് കുട്ടിക്ക്. ഇത് കണ്ട് ഇതുപോലെ അവസ്ഥയെ കിടക്കുകയാണ്. ഇതിങ്ങനെ മുകളിലോട്ട് ഉണ്ട്, അങ്ങ് വരെ ഉണ്ട്. ഈ അവസ്ഥയിലാണ്. ഇതൊന്നും ഈ അടുത്ത കാലത്തൊന്നും ഇത് റീസ്റ്റോർ ചെയ്യുക നടക്കുന്ന കാര്യമേ അല്ല. അല്ല, ഇവിടെയൊക്കെ എങ്ങനെ ചാടിക്കിടക്കേണ്ടതായിട്ടൊരവസ്ഥ വരും. അല്ല, ഇതിലേക്ക് എങ്ങനെ വാഹനമായിട്ട് പോകുന്നു നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ഈ റോഡ് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ നാരകത്തോട് റോഡുമായിട്ട് സംഗമിക്കുകയാണ്. അപ്പോൾ അവിടം വരെ വഴി തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. ഇവിടെയൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു അവസ്ഥ തന്നെയാണ്. ഇവിടുന്ന് ഇടത്തോട്ടൊരു റോഡുണ്ട്, അവിടെയുള്ള ആൾക്കാരെല്ലാം എന്നെ വിളിച്ചാണ് ഇതിലൊന്ന് ചെല്ലാൻ പറഞ്ഞ്. കാരണം അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ്. ഇതൊന്നും ഉടനെ എങ്ങും റീസ്റ്റോർ ചെയ്യുക നടക്കുന്ന കാര്യമേ അല്ല. ഉണ്ടോ, നമ്മുടെയൊക്കെ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. നമ്മളിത് ആരോട് പരാതി പറയും? ഇവിടെയുള്ള ജനങ്ങൾ പരാതി പറഞ്ഞ് മടുത്തെന്നാണ് പറയുന്നത്.